ഹലോ, രേണു സുധി വിധവാ കാർഡ്. ഇന്നലെ അക്ബർ രേണു സുധി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനൊക്കെ അതിന് അക്ബറിനെ വിമർശിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ വിധവാ കാർഡ് ഇറക്കി കളിക്കുന്നത് ഒരു മോശമല്ലേ? ബിഗ് ബോസിലേക്ക് രേണു സുധി കടന്നു വരുന്ന സമയത്ത് മോഹൻലാലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല രേണു സുധി വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഇവിടെ വന്നേക്കുന്നത് എന്നുള്ളത്. പക്ഷേ രേണു അത് സ്വയം ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിധവകൾക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നുള്ളത്. അത് ബി ഹൗസിലോട്ട് കയറിയപ്പോഴും അതിന് മുമ്പ് ഉള്ള അവരുടെ തന്നെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. സിംഗിൾ പേരൻസിൻ്റെയും വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും ശബ്ദമാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളതും. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ആ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമാകാൻ അവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, ഫൈൻ. പക്ഷേ ഈ ഒരു കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഈ വിധവകളാരും വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന ആൾക്കാരല്ല. അവരവരുടേതായിട്ടുള്ള ലൈഫിൽ കണ്ടുപിടിച്ച് അവർ പോകുന്നുണ്ട്. സിംഗിൾ പാരൻസ് ആണെങ്കിൽ അവരുടെ മക്കളെ അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളർത്തുന്നുണ്ട്. ഇത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ വിധവകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, അവരെയാണ് അപമാനിച്ചത് എന്നുള്ള രീതിയിലുള്ള സംസാരം എന്നുള്ള രീതിയിലാണ് ഇപ്പം പുറത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ വരെ ഇപ്പം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് പോയി നിന്നിട്ട് വീണ്ടും 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 നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിക്ടിം കാർഡ് എടുത്തു വെച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് അധികം നാൾ നിലനിൽക്കത്തില്ല. മിക്കവാറും ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. കാരണം അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്തുന്ന അനുവും ശാരികയും അടക്കം ഇപ്പം ഓൾറെഡി രേണുവിനെതിരെ തിരിഞ്ഞു ഈ ഒരു കാര്യം ഇറക്കി കളിക്കരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും രേണു അത് കേട്ടതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുന്നല്ലാണ്ട് പോസിറ്റീവായിട്ടൊരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പോൾ രേണു ഫാൻസ് അല്ലെങ്കിൽ രേണുവിൻ്റെ PR വന്ന് ആക്രമിക്കും, നന്നായിട്ട് അങ്ങ് ആക്രമിക്കും. ഓക്കെ, ശരി എന്നാൽ ടാറ്റ.